ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴയ ഷോളും കൊണ്ടാണ്. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇങ്ങനെ പഴയ ഷോളൊക്കെ, ആർക്ക് വേണ്ടാത്തത്. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു പൂജ ചെയ്യാൻ പോവാണ്. ആരും കളയാതെ ഇതുപോലെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്തിട്ട് തരാം. പൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിതുപോലെ കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്, ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ നമുക്ക് വേണ്ടത് നൂല് വേണം. ഞാൻ കുറച്ച് വലിയ ഇതളകളായിട്ടാണ് പൂ ചെയ്യാനായിട്ടിരിക്കുന്നത്. അതിന് കുറച്ച് വലിപ്പമുള്ള ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ഇതുപോലെ ഏതെങ്കിലും ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ഇതളുകൾ കിട്ടും. കുറച്ച് വലിയ ഫ്ലവർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ അല്പം വലിയ ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് കമ്പി ചുറ്റിയെടുക്കുന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ നെറ്റിൻ്റെ ക്ലോത്തിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് നൂല് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിയ ശേഷം അവിടെ വെച്ച് നമുക്ക് മുറിച്ച് മാറ്റാം. ഇപ്പോൾ നമുക്കിതുപോലെ ഒരു പൂവിൻ്റെ ഒരു ഇതള കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇനി 2 ഇതള കൂടെ എടുക്കാം. 3 ഇതളുകളുള്ള പൂക്കൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ 2 കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ആരും പഴയ ഇതുപോലത്തെ നെറ്റിൻ്റെ ഷോളൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത്. നമുക്ക് നല്ല ഭംഗിയുള്ള പുതിയ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഇതൾ ഇപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. 3ാമത്തതും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 3 ഇതളുകൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇതുപോലത്തെ ക്രേ പേപ്പർ വേണം, ഗ്രീൻ കളറിലുള്ള. അത് ക്രേ പേപ്പർ അല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ ആയാലും കുഴപ്പമില്ല, ഗ്രീൻ കളറിലുള്ള. പിന്നെ ഞാനിവിടെ തണ്ടിന് വേണ്ടിയിട്ട് ഈർക്കിലിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് തണ്ടിൻ്റെ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, ഫ്ലവർ ചെയ്യുന്ന തണ്ട്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുക. ഞാനിപ്പോൾ നമ്മുടെ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈർക്കിലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയലാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഈർക്കിലി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഫസ്റ്റിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈർക്കിലൊക്കെ നമ്മൾ ചുറ്റിയെടുത്ത ശേഷം ഇതുപോലെ ഒരു പഴയ ഒരു നെറ്റിൻ്റെ ക്ലോത്താണ്. ഇതും ഒരു ചുരിദാർ തച്ചിട്ട് ബാക്കി വന്ന പീസാണ്. അപ്പോൾ ഞാനതും ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിരുന്നതാണ്. അതിൽ നിന്നും ഇതുപോലെ ഒരു കൊച്ചു കഷ്ണം എടുത്ത ശേഷം ഇതുപോലെ ചുറ്റിയെടുത്ത് നല്ലപോലെ ചുറ്റിയെടുത്തിട്ട് നമുക്ക് പൂവിനെ നടുക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ എടുക്കുക. ഇപ്പം നെറ്റിൻ്റെ തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ ക്ലോത്ത് ആയാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ടാണ് ഞാനിതെടുത്തത്. എന്നിട്ട് ഇതുപോലെ ബ്ലാക്ക് ത്രെഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഇതും കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവർ വരുന്ന ഭാഗം വെച്ചിട്ട് ഞാനൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം, ഇതളുകളൊക്കെ ഒന്ന് ഫ്ലവർ ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കുറച്ച് ബാക്കിലായിട്ട് ഇതുപോലെ പൂ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന പോലെ നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ. ഇതുപോലെ ചെയ്ത് വെച്ചേക്കുന്ന ഇതളുകളൊക്കെ എടുത്ത് നമുക്കിനി ഇതുപോലെ ഇതുപോലെ ചേർത്ത് വെച്ച ശേഷം നമുക്ക് ഫ്ലവർ ആക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ഇതളിൻ്റെ അടിയിലായിട്ട് മറ്റ് ഭാഗം വരത്തക്ക രീതിയിൽ വേണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇതളുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയാക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഈ ബാക്കി വരുന്ന ഈ തുണിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അല്ലാന്നെങ്കിൽ ഒരുപാട് അവിടെ ഇങ്ങനെ തുണി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ കട്ടിയിൽ അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ തുണിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു നൂലുപയോഗിച്ച് നമുക്കവിടെ ഒന്ന് കെട്ടി ഉറപ്പിക്കണം. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് നന്നായിട്ട് കെട്ടി ഉറപ്പിക്കുക നൂല് വെച്ച്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ കളറുള്ള പിന്നെ ക്രേ പേപ്പറോ കളർ പേപ്പറോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ച് ഒട്ടിച്ചാലും മതി. അപ്പം ഞാൻ ഈ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തൂടെ നമ്മുടെ ഈ ക്രേ പേപ്പർ ഒന്ന് ഒട്ടിക്കുന്നുണ്ട്.
അങ്ങനെ ഞാനിവിടെ ബാക്കി ഫ്ലവറും എല്ലാ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ഷോളിൽ കിട്ടിയ ഫ്ലവേഴ്സാണ് ഇത്. ഇത്രയും ഫ്ലവേഴ്സാണ് എനിക്കൊരു ഷോൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന് നല്ല വലിപ്പമുണ്ട്. ഏതാണ്ട് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെയൊക്കെ വലിപ്പമുണ്ട്. അത്രയും നല്ല കുറച്ച് വലുതായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പോട്ടും നമ്മൾ വീട്ടിൽ ചെയ്തൊരു പോട്ടാണ്. പഴയൊരു പെപ്സി കുപ്പിയിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ വേസാണ് ഇത്. അപ്പോൾ നമ്മൾ പഴയ ഷോളൊന്നും ഇനി ആരും കളയണ്ട. ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.